നമസ്കാരം. ഇന്ത്യ റഷ്യ കൂട്ടുകെട്ട് പുതുതലങ്ങളിലേക്ക് കടക്കുകയാണ്. അതെ, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ്. റഷ്യയുടെ 3 യൂണിറ്റ് S-400 മിസൈൽ സിസ്റ്റം ഇനി ഇന്ത്യയുടേതാണ്. ഇന്ത്യയുടെ പ്രതിരോധ സേനയ്ക്ക് കരുത്തേകാൻ 3 മിസൈൽ യൂണിറ്റുകൾ നൽകി കഴിഞ്ഞു റഷ്യ. ഇതിനു പുറമെ 2 യൂണിറ്റുകൾ അടുത്ത വർഷത്തോടെ ലഭിക്കുമെന്നാണ് വിവരം. സുരക്ഷാ ഭീഷണികളെ നേരിടുന്നതിൽ തദ്ദേശീയ യുദ്ധോപകരണങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് പറയാം. 400 കിലോമീറ്റർ പരിധിയിൽ പ്രതിരോധം തീർക്കാനും 36 ടാർഗറ്റുകളെ നേരിടാനും S-400 മിസൈൽ സിസ്റ്റത്തിന് സാധിക്കും. 40 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഹ്രസ്വദൂര മിസൈൽ, 120 കിലോമീറ്റർ ദീർഘദൂര മിസൈൽ, 400 കിലോമീറ്റർ ദൂരപരിധിയുള്ള വളരെ ദീർഘദൂര മിസൈൽ എന്നിങ്ങനെ 4 തരം മിസൈലുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമാകും S-400 മിസൈൽ സിസ്റ്റം എന്നാണ് വിലയിരുത്തുന്നത്. ദീർഘദൂരത്ത് നിന്ന് എത്തുന്ന ശത്രുവിനെ പ്രതിരോധിക്കുന്ന സംവിധാനമായ കൂഷ പോലുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് വ്യോമസേന അറിയിച്ചത്. പാശ്ചാത്യ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിലേക്ക് സാങ്കേതിക വിദ്യ കൈമാറുന്നതിൽ റഷ്യ കൂടുതൽ ഉദാരത പുലർത്തുന്നുണ്ടെന്ന് പറയാം. സഹവികസനത്തിലും സഹനിർമ്മാണ സംരംഭങ്ങളിലും സഹകരിക്കാൻ കൂടുതൽ സന്നദ്ധത റഷ്യ കാണിക്കുന്നുണ്ട്. റഷ്യൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച അത്യാധുനിക കലാഷ്നിക്കോവ് AK-203 അസോൾട്ട് റൈഫിലുകൾക്ക് ഡിമാൻഡ് ഏറുകയാണ്. ആഫ്രിക്കൻ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ് പ്രധാനമായും ഈ ആയുധങ്ങൾ ആവശ്യപ്പെട്ട് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സംയുക്ത സംരംഭമായ അമേത്തി ദി ഇൻഡോ റഷ്യൻ റൈഫിൾ പ്രൈവറ്റ് ലിമിറ്റഡിലെ കോർവ ഓർഡിനൻസ് ഫാക്ടറിയിൽ 6,71,000 AK-203 റൈഫിലുകൾ നിർമ്മിക്കാനും നീക്കം നടക്കുന്നുണ്ട്. 2024 ജൂലൈയിൽ 35,000 റൈഫിലുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കൈകളിലേക്ക് എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഇന്ത്യ റഷ്യ പ്രതിരോധ കയറ്റുമതിയിലേക്ക് വന്നാൽ 2009-2013 കാലഘട്ടത്തിലെ 76% നിന്ന് ഇന്ത്യയുടെ ആയുധ ഇറക്കുമതിയിൽ റഷ്യയുടെ പങ്ക് 2019-23 ആയപ്പോഴേക്കും വെറും 36% കുറഞ്ഞുവെന്ന് കാണാം. 2047ഓടെ ഇന്ത്യൻ വ്യോമസേന സമ്പൂർണ്ണമായി സ്വയം പര്യാപ്തമാകുമെന്നും അതാണ് പ്രധാന ലക്ഷ്യമെന്നുമാണ് പറഞ്ഞു വെക്കുന്നത്. സംഘർഷ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ വിദേശ ആയുധങ്ങളെ പൂർണ്ണമായും ആശ്രയിച്ചാൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം വ്യത്യസ്ത താല്പര്യങ്ങളും ഉദ്ദേശങ്ങളുമായാണ് പല ഉപകരണങ്ങളും പല രാജ്യങ്ങളും നിർമ്മിച്ചിട്ടുണ്ടാവുക. അതിവിടെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ പ്രതിസന്ധി നേരിട്ടേക്കാം. ഒരുപക്ഷെ പ്രതിരോധത്തെ തകർക്കാൻ പോലും ഇത് കാരണമാകാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ തദ്ദേശീയമായ ഉപകരണങ്ങൾ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തന്നെയാണ് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ഈ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഇന്ത്യ വൻ മുന്നേറ്റങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ സേനയിൽ ഭൂരിഭാഗം ഉപകരണങ്ങളും ഇന്ത്യൻ നിർമ്മിതമാണ്. അധികം വൈകാതെ തന്നെ പൂർണ്ണമായും സ്വയം പര്യാപ്തമാകാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഏതെങ്കിലും ഒരു രാജ്യത്തെ അമിതമായി ആശ്രയിക്കാതെ തന്ത്രപരമായ സ്വയംഭരണം കൈവരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതോടൊപ്പം അതേസമയം തദ്ദേശീയ നിർമ്മാണത്തിലും ഇന്ത്യ ഊന്നൽ നൽകുന്നുണ്ട്. നിലവിൽ 90-ലേറെ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ മുൻനിരയിൽ തന്നെയുണ്ട്. ഇന്ത്യൻ പ്രതിരോധ മേഖല വൻ കുതിപ്പിലാണ്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.